ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആയതാണ്. അപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് കുറേയായി, ഞാൻ ഇപ്പോഴാണ് അത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അമ്മ അനിയത്തിയൊക്കെ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നപ്പോൾ നമ്മളെല്ലാവരും കൂടി പോയതാണ്. അപ്പോൾ അനിയത്തിയുടെ വീട് ഇവിടുന്ന് കുറച്ച് അടുത്താണ്. അപ്പം നടന്നു പോവുക, അവിടുന്ന് അവരെയും കൂട്ടി നമ്മളെല്ലാവരും കൂടി അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാനും അമ്മയും പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് നടക്കാമെന്ന്. അപ്പോൾ വേഗം അവരും വന്ന് നമ്മൾ അമ്പലത്തിലെത്തി. പിന്നെ നമ്മൾ ഇവിടുത്തെ അമ്പലത്തിൽ പോയി എന്നിട്ട് വേണം നമുക്ക് മാമാനത്ത് അമ്പലത്തിലോട്ട് പോകണേ. അപ്പോൾ ഇവിടെ വേഗം കയറി തൊഴുത്, പിന്നെ നമുക്ക് എന്തൊക്കെയോ ചെറിയ 1-2 കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അക്ഷയയിൽ പോകണം, അതൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാം കൂടി ഒരു ദിവസം തന്നെ മൊത്തത്തിലെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വേഗം അമ്പലത്തിൽ കയറി. അപ്പോൾ പറയുന്നുണ്ട് വേഗം തൊഴണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ശനിയും ഞായറൊന്നും അല്ല, ശനിയും ഞായറൊക്കെ ആകുമ്പോഴേ നല്ല തിരക്കായിരിക്കും. അല്ലാത്ത ദിവസം അങ്ങനെ നല്ല തിരക്കൊന്നും ഉണ്ടാവില്ല, അത്യാവശ്യം കുറച്ച് ആൾക്കാരുണ്ടാവും, അങ്ങനെ മാത്രം. അപ്പോൾ നമ്മൾ വേഗം കയറി വഴിപാടെല്ലാം കഴിപ്പിച്ച് ഉള്ളിൽ കയറി തൊഴാൻ വേണ്ടി നിന്നു. ഇതാട്ടോ അമ്പലത്തിൻ്റെ പഴയ ഒരു ഫോട്ടോ, അതെൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കാണിച്ചു തന്നതാണ്. കാരണം പഴയ അമ്പലത്തിൻ്റെ ഒരു ലുക്കും ഇപ്പോഴുള്ളതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ. പക്ഷെ എനിക്ക് പഴയ അമ്പലം കേട്ടോ കാണാൻ ഇഷ്ടം. കാരണം അത് കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കരമായിട്ട് നമുക്കൊരു ഫീല് തോന്നും. കാരണം ഫുള്ള് ഇപ്പോഴീ കാണുന്ന മുറ്റമൊക്കെ ആദ്യം ഫുള്ള് പുല്ലൊക്കെ ആയിരുന്നേ. അപ്പോൾ നമുക്ക് നടക്കുമ്പോൾ നല്ല രസമുണ്ടാവും. കാരണം രാവിലെയൊക്കെ ആണെങ്കിൽ നല്ല തണുപ്പുണ്ടാവും, പുല്ലിലേക്ക് ചവിട്ടി ഇങ്ങനെ പോകാൻ. ഇപ്പോൾ പിന്നെ എന്താ വെച്ചാൽ രാവിലെ ആയാലും ഉച്ചയായാലും ഒക്കെ കാല് തറയിൽ വെക്കാൻ പറ്റില്ല, കാരണം ആ ഒരു കല്ലിൽ നല്ല ചൂടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കരമായിട്ട് കാല് പൊള്ളും. അപ്പോൾ ഇത് നാഗസ്ഥാനത്തിലോട്ട് പോകും നമ്മൾ. എന്നിട്ട് അവിടുന്ന് വേഗം തൊഴുത് വേഗം തന്നെ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ടൗണിലെത്തി. ടൗണിൽ നമുക്ക് എന്തൊക്കെയോ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യുന്നത്, ഞാനും അനിയത്തി കാറിൽ വെയിറ്റ് ചെയ്തു. കാരണം പിള്ളേർ മൊത്തം ബഹളമായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം, അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ. പിന്നെ അവരെ കുറേ നമ്മൾ അമ്പലത്തിൽ നിന്ന് എടുത്ത വീഡിയോസൊക്കെ കാണിച്ചിട്ട് അങ്ങനെ അടപ്പിടിച്ച് ഇരുത്തി. അത് കഴിഞ്ഞ് പിന്നെ അവർ നല്ല ബഹളം തുടങ്ങി. ഇരുട്ടിയെത്തി. അപ്പോഴേക്കും അവരെല്ലാവരും കിടന്നുറങ്ങി. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം മോൻ കയ്യിൽ ഉറങ്ങലായിരുന്നു. അതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേഗം അവിടെ അമ്പലത്തിലെത്തി. അങ്ങനെ നല്ല തിരക്കൊന്നും ഇല്ലായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. കാരണം ശനിയും ഞായറൊക്കെ ആകുമ്പോഴല്ലേ എല്ലാവരും പോകുന്ന തിരക്കായിരിക്കുമല്ലോ. അപ്പോൾ നമ്മളൊരു വെള്ളിയാഴ്ചയാണ് പോയത്, അതുകൊണ്ട് അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നു. എന്നാലും അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് തേങ്ങയൊക്കെ വാങ്ങിച്ച് പിന്നെ 2 പേരും കൂടി മീനിനെ നോക്കിയിട്ട് പിന്നെ തൊഴാൻ വിളിച്ചിട്ടൊന്നും വരുന്നത്. പിന്നെ അവിടെ ഇരുന്ന് സംസാരമായി. മീനതാ ഫുഡ് കഴിക്കുന്ന മീന് അത് അങ്ങോട്ട് പോകുന്ന വലിയ മീൻ വേറെയുണ്ട്, ഇതൊക്കെ പറഞ്ഞ് പിന്നെ അവിടുന്ന് ബഹളമായിരുന്നു. പിന്നെ ഒരുവിധം പിടിച്ച് വലിച്ച് കൊണ്ടുപോയി തൊഴുത് വന്നിട്ട് മീൻ കാണിച്ച് തരുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ വേഗം തന്നെ തൊഴുതിറങ്ങി. അപ്പോൾ അന്നേരം പറഞ്ഞ് നമുക്ക് ഇവിടുന്ന് അന്നദാനം കഴിച്ചിട്ട് പോകാം. അപ്പോൾ ഏതായാലും അമ്പലത്തിൽ വന്നിട്ട് അന്നദാനം കഴിക്കാണ്ട് പോകണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ നമ്മളെല്ലാവരും കൂടി അന്നദാനം കഴിക്കാൻ പോയി. കുറച്ച് സമയം ക്യൂ നിൽക്കേണ്ടി വന്നു, പക്ഷെ എന്നാലും വേഗം തന്നെ നമ്മൾ കഴിച്ച് അവിടുന്ന് ഇറങ്ങി. കാരണം അവർക്ക് തിരിച്ചു പോകുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു, കൊണ്ടുപോകണ്ടേ. അപ്പോൾ അതൊക്കെ വാങ്ങിക്കണം, അതുകൊണ്ട് വേഗം തന്നെ ഇറങ്ങുന്നുണ്ട്. നമ്മൾ വേഗം ഭക്ഷണവും കഴിച്ച്. പിന്നെ അറിയാലോ പിള്ളേരെയും കൊണ്ടുപോയി കഴിഞ്ഞാൽ കളിപ്പാട്ടം, അപ്പോൾ നേരെ എല്ലാവർക്കും കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ച്. പിന്നെ ചിറ്റയും മോനും കൂടി കുറച്ച് സമയം കളിപ്പാട്ടം വെച്ച് അവിടെ നിന്ന് തന്നെ കളി തുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ടേക്ക് വന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.